We'll continue our discussion about the weapons that brings down the stronghold. So if you remember last Wednesday, we talked about the advantage or the reason why we call out the demon when we cast out the demon. When we talked about what is in a name, ഒരു പേരിനകത്ത് എന്താ വിഷയങ്ങൾ, പേരിന്റെ പ്രസക്തി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായല്ലോ. When you call somebody by name, they pay attention. ഇല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ വിളിക്കുക, ഹേയ് ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ എല്ലാവരും ടേൺ ബാക്ക് ചെയ്യണമെന്നില്ല. That person may not even turn back. Wrong person may turn back. നമുക്ക് പേരിടുന്നത്, that name that our parents give us, we will be identified by that name until we die. പേരിനകത്ത് വളരെ വളരെ കാര്യങ്ങളുണ്ട്. The name of Jesus is the most powerful name above all the names. സകല നാമത്തിനു മേലായ നാമം. നമ്മളത് കണ്ടു. The name is not necessarily talking about simple name that is given to any person. It's talking about the powers and the authorities. So അന്ധകാര ലോകത്തിലെ വിവിധ റാങ്കിങ്ങിലുള്ള ആളുകള്, ശക്തികള്, കർത്തൃത്വങ്ങള്, അതിയായ കാര്യങ്ങളെയാണ് ആ നെയിംസ് കൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുക. അവിടെ അർത്ഥമാക്കുന്നത് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, കർത്തൃത്വങ്ങളും ശക്തികളും, അതിനാണ് ആ നെയിംസ്. above all the names, സകല നാമങ്ങൾക്കും മേലായ നാമം. Then we also talked about the grouping of demonic spirits. Well, when you really think about, when you study these things, it only makes sense if you really understand it properly. അല്ലെങ്കിൽ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വഴിയുണ്ട്. As I told you, നമ്മൾ മനസ്സിലാക്കിയല്ലോ, demonic forces are actually spirits. അവയെല്ലാം ആത്മാക്കൾ. They have their personalities. Only things your naked eyes cannot see them. And they come in so many different forms. And അത് കയറി കുടിയിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം. We only think of demons with horns and then with a tail and those terrible looking creatures. അപ്പൊ അതാണ് നമ്മുടെ മനസ്സിൽ കൂടി വരുന്ന ചിന്ത. But he doesn't operate that way. Satan doesn't operate that way. But he comes in so many different ways. നമ്മൾ കണ്ടു, they come in various combinations. So normally they kind of function in groups. So ഒറ്റയ്ക്കായിരിക്കത്തില്ല, പലത് ചേർന്നായിരിക്കും അത് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പോവല്ല, ബട്ട് ജസ്റ്റ് ഗിവ് യു an idea as we move forward. നമ്മൾ കണ്ടു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആസക്തികൾ, പലതിനോടുള്ള മനുഷ്യന്റെ ആസക്തികൾ, അതുണ്ടാക്കുന്ന ബോണ്ടേജിനെ പറ്റി നമ്മൾ കണ്ടു. ദെൻ കയ്പിന്റെ ഒരു കുടുംബമാണ്, സ്പിരിറ്റ്സ്, ആ ഒരു ഗ്രൂപ്പാണ്. ബിറ്റർനെസ്, അതിന് പലതരത്തിലുള്ള അതിന്റെ പേര് ഹിഡൻ ബിറ്റർനെസ്, ഒളിഞ്ഞു കിടക്കുന്നത്. അതിന്റെ കൂട്ടത്തിലുള്ള കാര്യമാണ് ആങ്കർ, റെസന്റ്മെന്റ്, റിവെഞ്ച്. സോ ഒരു കയ്പും രോഷവും ഒക്കെ, റിറ്റാലിയേഷൻ, മർഡർ പോലും, കൊലപാതകം പോലും ഒരു തരത്തിൽ ആ ഗ്രൂപ്പിൽ വരുന്നൊരു കാര്യമാണ്. Then we have the whole thing called depression. നമ്മുടെ മനുഷ്യൻ ഡിപ്രഷൻ, അതിനകത്ത് ലോൺലിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, ഡെപ്ത്, സെൽഫ് ഡിസ്ട്രക്ഷൻ, ഗ്ലൂം, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു ഫാമിലിയാണ് ഡിപ്രഷൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഫിയർ. നമുക്കറിയാം അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്, വാസ്റ്ററെ, അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. സോ ദാറ്റ് സംതിങ് കോൾഡ് സ്പിരിറ്റ് ഓഫ് ഫിയർ. സോ എല്ലാത്തിന്റെയും സ്പിരിറ്റ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതൊന്നും സ്പിരിറ്റ് അല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ബട്ട് എല്ലാത്തിനും സ്പിരിറ്റ് ഓഫ് ദിസ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാതെ ബാക്കി നടക്കുന്ന ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് എല്ലാം ഒരുതരം സ്പിരിറ്റുകളാണ്, ഡിമോണിക് സ്പിരിറ്റ്സ്.
ദെൻ ലസ്റ്റിന്റെ ഒരു ക്ലസ്റ്റർ നമ്മൾ കാണുന്നുണ്ട്. അഡൾട്ടറി, ഫോണിക്കേഷൻ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പെർവേർഷൻ, റേപ്പ്, സെക്ഷൽ ഇംപ്യൂരിറ്റി, അതിലെല്ലാം കൂടെ ഒരു ലൈംഗിക വൈകൃതം, ഇതെല്ലാം കൂടെയുള്ള ഒരു ഗ്രൂപ്പ്. അതൊരു തരം സ്പിരിറ്റാണ്. ദെൻ പ്രൈഡ്, പ്രൈഡ്, അഹങ്കാരം, മത്സരം, സ്വയനീതി, മായാലോകവുമായിട്ടുള്ള കാര്യങ്ങൾ, ഈഗോ, പെർഫെക്ഷനിസം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത്. ദെൻ റിജക്ഷൻ, തിരസ്കരണത്തിന്റെ പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. ഊമ്പിൽ വെച്ച് തന്നെ തിരസ്കരണം അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. സെൽഫ് റിജക്ഷൻ, ഹേർട്ട്, bitterness, fear of rejection. So ഭയമാണ് റിജക്ഷൻ. ആയുസ് മുഴുവൻ ഫിയർ ഓഫ് റിജക്ഷൻ ജീവിക്കുന്ന ബിലീവേഴ്സ് ഉണ്ട്. We have religious traditions. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം അതേപറ്റി പറഞ്ഞു പൗരോഹിത്യ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടയ്ക്ക് പൗരോഹിത്യ ബന്ധനം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളുണ്ടെന്ന് ചിന്തിച്ചോണ്ട് traditions, bondages, legalism, hypocrisy, deception, error, heresy, gifts, ഇങ്ങനെയുള്ള വലിയ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിനകത്ത് കെട്ടിയിട്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്, പുറത്തു വരാൻ കഴിയാത്തത്. പിന്നെ മന്ത്രവാദത്തിന്റെ, വിച്ച് ക്രാഫ്റ്റിന്റെ ഒരു ഇതുണ്ട്. സോർസറി, ഡിവിനേഷൻ, ഫോർച്യൂൺ ടെല്ലിംഗ്, ഒക്കൾട്ട്, ഐഡോളട്രി, ഇങ്ങനെയെല്ലാം ഉള്ള അടുത്ത വേറൊരു മേഖല നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പല രീതിയിൽ പലയിടത്തും ഉണ്ട്. ഈവൻ among Christian circles you would see people sometime using familiar spirits. ഇതൊക്കെ നമ്മൾ early പഠിച്ചത്. We studied these things earlier, so people use these kinds of things. All right, then we also saw the fact that there are leaders of each group. They are actually can be called strong men. സോ ബലവാൻ. സോ ഇതിനകത്തൊക്കെ ഒരു റിംഗ് ലീഡർ ഒക്കെ കാണും. അത് വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കണ്ടല്ലോ, നോർമലി ദിസ് വൺ സ്പിരിറ്റ് ലിങ്ക് അപ്പ് വിത്ത് അതർ സ്പിരിറ്റ്. നമ്മൾ ഫസ്റ്റ് സാമുവൽ 15 കണ്ടതാണ്. റിബല്യൻ ആൻഡ് വിച്ച് ക്രാഫ്റ്റ് വർക്ക് ടുഗദർ, സോ ഡസ് stubbornness ആൻഡ് ഐഡോളട്രി. സോ മത്സരവും ആഭിചാരദോഷവും ശാഠ്യവും മിഥ്യാപൂജയും ഇതെല്ലാം ഒരുമിച്ച് അതൊരു ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടു പിശാചിന്റെ വലിയൊരു പരിപാടിയാണ്. ഇവരുടെ ഉദ്ദേശം, they come together is vex believers, torment believers. അത് വേറെ കാര്യമുണ്ട്. ബാധിപ്പിക്കുക, ആളുകളെ ബാധിക്കുക, ശല്യപ്പെടുത്തുക, പിശാചിന്റെ അറ്റാക്ക് കൊണ്ട് തളരുക, ക്ഷീണിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. ആ വെക്സ്ഡ് എന്ന ആ പദത്തിന്റെ ഒറിജിനൽ ഭാഷയിൽ അതിന്റെ അർത്ഥം മോബ്, വലിയ കൂട്ടം, ആൾക്കൂട്ടം, അതായത് ദോഷം ചെയ്യാനായിട്ട് ഉള്ള ചിന്തയോടുകൂടി വരുന്ന ഒരു ഗ്രൂപ്പ്. കം വിത്ത് ഇന്റൻഷൻ, വിത്ത് എ ബെൻഡ് ഓൺ റയറ്റസ് ആക്ഷൻ. സോ കലാപം ഉണ്ടാക്കാനായിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ചിത്രത്തിൽ നിന്നാണ് ഈ വെക്സ്ഡ് എന്ന ചിന്ത, അല്ലെങ്കിൽ ബാധിക്കുക, ആക്രമിക്കുക എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. ഓൾറൈറ്റ്. സോ നമ്മൾ കണ്ടു ഈച്ച് ഗ്രൂപ്പ് ഒക്കെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ദ റൂളർ നീഡ്സ് ടു ബി ബൗണ്ട് ആൻഡ് കാസ്റ്റ് ഔട്ട്. നമ്മൾ ബന്ധിച്ച് അതിനെ പുറന്തള്ളേണ്ടത് വളരെ ആവശ്യമാണ്. We don't, since these, at least Pentecostals, among the Pentecostals, we actually speak about these things, we acknowledge, though we don't practice it. Okay? So നമ്മളാരും ഇതൊന്നും റെഗുലറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും early Pentecostals, even Pentecostal teachings, we believe that it's a വിടുതലിൻ ശുശ്രൂഷ, the ministry of deliverance was so much part of the church.
So for some reason, we are not practicing that anymore. And then kind of books we read, kind of messages we read today are people who are non-charismatic preachers, people who are Baptist background or people who are from Bible church background. അങ്ങനെയൊക്കെയുള്ള non-Pentecostal, non-charismatic background so much of writings that have come. But they don't believe in, they believe all the gifts have ceased. They are called cessationists. ഇതെല്ലാം നിന്നുപോയി, ഇതൊന്നുമില്ല, പിന്നെ പൂർണ്ണമായത് ബൈബിൾ വന്നപ്പോൾ ബാക്കിയെല്ലാം നിന്നുപോയി. So don't expect those people to teach you these things. Instead, they'll tell you, this is all from the devil. This is all confusion. Speaking in tongues is a confusion. അത് കുറച്ച് ബോധമില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത്. And then they talk about other things. Prophecy is not, it's not true. Yes, there are bad elements. I'm admitting that, yes, bad elements are there, but that does not really mean we don't have these things. This is what it takes the church to move forward. God has given these gifts to the New Testament church for a purpose. ദൈവം സഭയ്ക്ക് ഇത് കൊടുത്തത് ദൈവസഭയെ കൊണ്ടുപോകാൻ വേണ്ടിയാ. In the old times, when people are bitten by poisonous snakes, they didn't take them to medical college. They took them to the parsonage. അവർ പലപ്പോഴും കൊണ്ടുപോയത് ഫെയ്ത്ത് ഹോമിലേക്ക് കൊണ്ടുപോയത്. ഫെയ്ത്ത് ഹോം എന്നൊക്കെ വിളിക്കുമത്. But it is where they took. അവിടെ കൊണ്ടുപോയി അവർ പ്രാർത്ഥിച്ചു. And people walked away, delivered completely. Now, those deliverers we call 911, then take them to the hospital today. Because things have changed. So we kind of, നമ്മളെല്ലാം ഒരു തരത്തിൽ വിശ്വസിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, there's nothing like that. We have medicine available, so you do it. I'm including myself. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, but we also don't realize that there's another option there. There is still God does things for people who believe. ഇതെല്ലാം അവനവന്റെ വിശ്വാസം, വിശ്വസിക്കുന്നവരാണല്ലോ ഈ നടക്കത്തുള്ളൂ. You and I don't have faith, you don't have faith, then these things are just some stories of the past that you and I can just read and enjoy. ദൈവം ഇതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, those things just happen. So ഇങ്ങനെയാണ് നമ്മൾ കാര്യത്തെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. So നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, it is one way, it is to equip believers. So ദൈവമക്കളായ നമ്മളെ equip ചെയ്യാൻ വേണ്ടി, a part of it is equip us. And also, it is also maybe to bring deliverance in our own personal lives, to identify if there is any area where the enemy is occupying. Okay? എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ enemy occupy ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു മനസ്സിലായി ചോദിച്ചാൽ, there are a lot of Christian preachers, songwriters, people whom God has used mightily. Okay, they are children of God, born again. ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും, some of them have fallen into big sin. Some of them have committed big crimes. So ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചു. ചിന്തിക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഒരു വീണു പോകുന്നു. So why is this? What happened? What caused it? Okay, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അറ്റാക്കിൽ ഈ വെക്സ്ഡായിപ്പെടാൻ, ഇതുപോലെ ബാധിക്കപ്പെടാൻ, ഇതുപോലെ പിശാചിന്റെ ഒപ്രഷൻ അനുഭവിക്കാൻ ഒരു it's possible for a believer. It can happen. Because you give the devil a foothold in your life, he will occupy. So അതുകൊണ്ടാണ് ബൈബിൾ നമ്മളോട് പറഞ്ഞത്, do not give the devil a foothold. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പിശാചിന് ഇടം കൊടുത്താൽ, just because you're a child of God, born again, don't get the idea that he will go. No, you give him a foothold, you will erect a temple there. He will occupy that place. He will operate from there. അവിടെ നിന്നുകൊണ്ട് അവൻ ഓപ്പറേറ്റ് ചെയ്യും. He'll operate. So the Bible says, do not give the devil a foothold. പിശാചിന് ഇടം കൊടുക്കരുത് എന്നല്ലെങ്കിൽ, why we have such a teaching in the Bible? If once you're saved, then enemy will never come near you. No. You're not careful. If you're not walking with the Lord, and if you are rebellious, if you're not repenting, Satan occupies that place. I mean, more access,
he gained more access into our lives. So we're going to talk a little bit about this exposing the enemy. നമ്മൾ പറഞ്ഞ പേര് വിളിക്കുന്നതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട്. There is a reason behind calling name. It identifies. It's much easier to expose the enemy and then cast out that particular spirit. As I told you, there are people who believe, even among believers who believe, we should not talk about devil, we should not talk about demons, okay? But one of the first things we need to do in order to teach our believers how to cast out demon is to locate where the devil is. Identify where he is hiding. He is a master in hiding. നമ്മൾ ഓർത്തണം, ഒളിച്ചിരിക്കാൻ ഏറ്റവും പ്രിയമുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിശാച്, അല്ലെങ്കിൽ അവൻ സാത്താനും അവന്റെ കൂടെയുള്ള ആ കുട്ടി പിശാചുകളെല്ലാം. They like hiding. They don't want to be exposed. Okay, in Ephesians chapter 6, verse 12 നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസെ. So, for we do not wrestle against the flesh and blood, but against the rulers, against the authorities, against the cosmic powers over this present darkness, against the spiritual forces of evil in the heavenly places. Amen. So only when you begin to identify the activity of the evil spirit, you will be amazed to see how many of them, how many demons you end up casting out or resisting. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ പറഞ്ഞു, you resist the devil and he will flee from you. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിന്നോ, അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോയിക്കോളും. Okay? So, the evil spirits are called here the rulers of darkness of this world. So, ഈ അന്ധകാര ലോകാധിപതികളോടും ദുഷ്ടാത്മസേന എന്നൊക്കെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. So, അവിടെ നമ്മൾ ശ്രദ്ധിച്ചോണേ, that means their identity is dependent on the amount of darkness and ignorance present. So, ആളുകൾക്ക് ഇതേപ്പറ്റി വിവരമില്ലെങ്കിൽ അവർക്ക് അജ്ഞതയും ഇരുട്ടും, okay, ignorance and darkness, the best breeding ground for forces. അവർക്ക് ഏറ്റവും ഇഷ്ടം അന്ധകാരം. വെളിച്ചം വരുന്ന സ്ഥലം അവർക്ക് ബുദ്ധിമുട്ട്. When the light comes, because light exposes. You understand? Light exposes. But they like darkness. They like things in darkness. Okay? Andharam. I'm not talking about literal darkness. We are talking about spiritual darkness. We are talking about ignorance. PhD-കാരനായിരിക്കാം, പക്ഷെങ്കിൽ ഈ spiritual matters-നെ കുറിച്ച് you have no idea. So what happens is actually you are in ignorance, and enemy likes it. Satan really likes that part of it. Okay? So when a person identifies, okay, so here you understand, the more the darkness, the more the ignorance, the more they control the area. So the more darkness, more ignorance, the more control they are in. So ഈ സ്പിരിറ്റുകൾ ഭയങ്കര കൺട്രോളില്ല, അവരെ ഒതുക്കി വെച്ചിരിക്കുക, അവർക്ക് അതേപ്പറ്റി ഒരു വിവരവും ഇല്ല. This is only they know. They don't know they have the power. So I cannot. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ചതിയോ, നമ്മളെ കളിപ്പിക്കുക. Okay, if a believer does not understand your weapons, നമ്മളോട് പഠിച്ചു വരുന്നത് എന്തുവാ? What are we learning? We are learning the weapons that can bring down the stronghold. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. Just imagine if you never learned this. You never learned this. നിങ്ങൾ പഠിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആയുധം ഉണ്ടോ പാസ്റ്ററെ? അങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ? ഈ ഇതിനെ പിശാചിനോട് നമുക്ക് എതിർത്തതിനുള്ള ശക്തി ഉണ്ടോ? അല്ല ആയുധം നമുക്കുണ്ടോ? യെസ്. But if you don't know, all it takes for him
He's just a BB gun. അവന്റെ കയ്യിലുള്ള ഒരു കളിത്തോക്ക് മതി നമ്മളെ വരട്ടാൻ. Okay, the guns that the fake guns kids play with, that's all needed, because we don't know the weapon that he's going to use. We think that's a real one. But you are sitting here with you are sitting with an AK-47. Okay, വളരെ ശക്തിയുള്ള ഒരു ഗണ്ണുമായിട്ട് തോക്കുമായി നിങ്ങൾ ഇരിക്കുകയാണ്. അവിടെ കളിപ്പാട്ടം കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ പേടിച്ചു, because you don't know what you have in your hand. And he gets the impression, gives you the impression that I got everything. You have no idea how powerful I am. നമ്മൾ പേടിച്ചിരിക്കും. So the more ignorant we are, the more darkness there is. He dominates that area. He is in power. So identification destroys their cover of darkness. So നമ്മളിത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ, നമ്മളിതിനെ പറ്റി പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സത്യം അറിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി തീരും. You understand more about it, and then he loses the cover, then he is exposed. മനസ്സിലായോ? നമ്മൾ ആ ഇരുട്ടങ്ങോട്ട് മാറ്റി വെളിച്ചടിച്ചു. നീ ഇത്ര ഉള്ളോടാ. It's like a rope sitting lying in the night. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര പാമ്പ്, ഒരു 5 അടി ഒരു പാമ്പ് ഇങ്ങനെ കിടക്കും. You are standing, you don't want to move, you can't move forward. So what happens? You look at it, you can't cross. So അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കി, let's say the village setting, you're sitting there, you don't know, the snake will bite you, you're just so scared, and all of a sudden you see a car comes. Okay, a car comes. Then the headlight was so powerful, and in the headlight you want to look at this enemy, the snake. പാമ്പിനെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾ say, man, that's not a palm, that's not a snake, that's just a rope lying there. So what happens? He is exposed, or the rope is exposed, and you're moving forward. So this is exactly what we need to understand. So understand the enemy for who he is, what he possesses. You understand what you possess as a believer, and how you are attached to Jesus Christ, and the authority that is available to you. You move forward. All right. So it brings them out of hiding. So ആ ഒളിച്ചിരിക്കുന്നിടത്തുന്നവരെ പുറത്തു കൊണ്ടുവരും, and exposes them. Okay. People call some people say, do not call, you don't have to call demons by their different names. Okay, don't talk about devil, just ignore them and keep your eyes on Jesus. Okay, all those things accepted. Okay, but you need to understand, the more you understand, the more you express, the weaker they become and the stronger you are. Okay, so that sounds okay. That's exactly what the enemy wants to hear. So പിശാച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നെയാണ്. അതേപ്പറ്റി ഒന്നും പറയണ്ട, അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നേ, അത് വിഷയമല്ല. You don't have to. And the enemy is really happy that you come to that conclusion. The churches that don't teach about demons and deliverance, or teach about different kinds of evil spirits, they don't usually cast out many devils. ഇതേപറ്റി മനസ്സിലാക്കുക ചെയ്ത ഒരു സഭയിലും ഈ പിശാചിനെ ആട്ടി ഓടിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. So I want you to just think about this. This is very important. So because the demons are able to hide under the cover of darkness when they are not identified and called out. So we are talking about identifying and calling out. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Now in Ephesians chapter 5 verse number 11 through 13 ഇങ്ങനെ പറയുന്നുണ്ട്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രയും വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാണ്. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവുണ്ട്. Says, take no part in the unfruitful works of darkness, but instead expose them. For it is shameful even to speak of the things that they do in secret. But when anything is exposed by the light, it becomes visible. So
exposing things by the light of God's word. They become weak, you become strong. So that's a power of exposing. So ഇവിടെ ആ വേഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചു, what we are doing when we identify evil spirit is we are reproving them. നമ്മൾ അവയെ ശാസിക്കുക. So നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ this is the spirit operating എന്ന് പറയുമ്പോൾ we are in a sense rebuking that spirit. So the word reprove അതിന്റെ അർത്ഥം is expose. വെളിച്ചത്ത് കൊണ്ടുവരിക for what it is, എന്താണ് or who it is. So things that are reproved or things that are exposed are made manifest by the light. So വെളിച്ചത്തിന് മാത്രമേ ഇതിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. So we are bringing out the spirits that are hiding or ruling under the cover of darkness to be exposed and made manifest. Okay. Some say that you are exalting the devil when you talk about him too much. So we are not actually exalting him, but we are exposing in order to cast him out. Okay. So we don't talk about him. You will give him the ability to hide and rule under the cover of spiritual darkness and ignorance. They like the cover of darkness. They really like ignorance. നമ്മൾ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? They become stronger. They become powerful. Okay. In Hebrews chapter 4 verse 12, നമുക്കറിയാവുന്ന ആണല്ലോ ആ 12-13 Hebrews chapter 4 verses 12-13. For the word of God is alive and powerful. It's sharper than the sharpest two-edged sword, cutting between the soul and the spirit, between the joint and the marrow. It exposes our innermost thoughts and desires. Nothing in all creation is hidden from God. Everything is naked and exposed before his eyes. And he is the one whom we are accountable. So, പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും കണ്ണിനും നഗ്നവും മലർന്നായി കിടക്കുന്നു അവനുമായി. So it's talking, the word expose has come several times in those two verses of scripture. Word of God is what pierces, penetrates. So ദൈവത്തിന്റെ വചനം ആ ലൈറ്റ് അങ്ങോട്ട് ചെല്ലുക, ഡാർക്ക് മേഖലകളിലേക്ക് ചെല്ലുകയും, and it is exposing. So according to these verses, every creature, including demons, is manifest in the sight of the Lord. അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തോണം, എല്ലാ സൃഷ്ടിയും പിശാച് പോലും എന്ത് ചെയ്യാണ്? ഈ വെളിച്ചത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടും. അവനവിടെ ഹൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. The word of God lays open, makes bare the operations of the evil spirit. So ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് വന്നു കഴിയുമ്പോൾ, when you have the revelation of the word of God, it exposes everything, even the activity and the plan and the weapons he is using. So നമ്മൾ ആ വചനത്തിന്റെ ആ penetrating power ഓർത്തിരിക്കേണ്ട ഭയങ്കര ആവശ്യം. So they cannot hide anymore. For all things are naked and open before the eyes of the Lord. So കർത്താവിന്റെ കണ്ണിന്റെ മുൻപിൽ എല്ലാം തുറന്നു കിടക്കുക. ആ വെളിപ്പാട് ദൈവം നമുക്ക് കൊണ്ട് തരിക. Okay? But the sad part of it is actually all things are not naked and open in the eyes of many believers. That's the sad part of it. പലരുടെയും കണ്ണിന് ഇതിന്ന് മറിഞ്ഞു കിടക്കുക. പലരുടെയും കണ്ണുകൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ല. അവർക്ക് ഈ വെളിപ്പാട് കിട്ടുന്നില്ല. That needs to go. Because God is calling us to a ministry. God is calling us to do things for his kingdom. അതായത് ഈ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ, you have your Bibles, you can turn to that. Joshua chapter 10.
അവിടെ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. Those with English Bibles follow. I'll just read the Malayalam for you from reading from verse 16 onwards. എന്നാൽ ആ രാജാക്കന്മാർ ഏവരും ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്നൊളിച്ചു. രാജാക്കന്മാർ ഏവരും രാജാക്കന്മാരായവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാൽ യോശുവ ഗുഹയുടെ ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചു. അവരെ കാക്കേണ്ടതിന് അവിടെ ആളെ ആക്കുകയും നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പിക്കും. പട്ടണങ്ങൾ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. Verse 20. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ച ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിൽ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവും യഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോട് പടജനത്തിന്റെ അധിപന്മാരുടെ അടുത്തിയെന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിനെന്നു അവരടുത്തിയെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട് ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളതായിരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു, 5 മരത്തിന്മേൽ തൂക്കി സന്ധ്യ വരെ. So listen, the enemy was trying to hide inside the cave. 5 kings. Okay? So the demons always think they can hide. They believe that they can escape without being destroyed. But when Joshua learned where these 5 kings were hiding, he brought them out from the cave and killed them. Just think about asking that, he's bringing them out from the cave one by one. അവരെ ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് അവരെ പുറത്തോട്ട് കൊണ്ടുവരിക. Identifying. So the names, the identification is already given. Told the people. അവരെ കൊണ്ട് അടിച്ച് കഴുത്തി കൊണ്ട് നോക്കാൻ പറഞ്ഞു. Just probably they were down, they were sitting on, you don't know, whether maybe kneeling before them. And the elders of the tribe, they comes, they put the leg on the foot on them, കാൽപാദം കൊണ്ട് അവരുടെ കഴുത്തിൽ വെച്ചു. Just a very powerful symbolism. Very powerful symbolism. Okay? See, you see a lot of people today, we are all afraid to use the 2 words, come out. Come out. നമ്മൾ പലപ്പോഴും ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അത് പലപ്പോഴും പറയാൻ മടിയാണ്. We are kind of afraid, we are kind of shy, we are kind of hesitant to say the words come out എന്ന് പറയാൻ. See, when you identify something is lurking in the darkness, something is hiding in the darkness, you feel in your spirit, ഇതിന്റെ പുറകിൽ there's some kind of a demonic spirit. You'd see a lot of these things. You see sometime, I can tell you things that I've seen sometime when you are in the ministry, you would sometimes see drooling. ചിലരുടെ വായിൽ ഇങ്ങനെ ഡ്രൂൾ ചെയ്ത് നമ്മൾ കാണും. വായിക്കടെ ഇങ്ങനെ വീഴുക, ഈഴാവെള്ളം ഇങ്ങനെ വീഴുക, ഈഴാവെള്ളം. And then, that is we'll talk about this a little later, but that just gives you a little idea. There's something behind this. There's a spirit behind this thing. There is something hiding behind this. It's a time to call it out and cast it out to go. Cast out that spirit. So, മിനിസ്ട്രിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ഡെലിവറൻസ് മിനിസ്ട്രിയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ, we must use, അല്ലെങ്കിൽ നമുക്ക് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ 2 വാക്കുകളാണ് come out. Come out. ധൈര്യത്തോടെ. Command. Jesus did not say come off. Jesus said come out. വളരെ ശക്തമായിട്ട് കർത്താവ് പറഞ്ഞു
come out. പുറത്തു വാ. Come out of them. So we are not casting off the people, but we are casting demon out of people. അവരിൽ നിന്ന് പിശാചിനെ നമ്മൾ ആട്ടി പുറത്താക്കുക. See, അതിനകത്തൊരു ഐഡന്റിഫിക്കേഷൻ ആവശ്യമുണ്ട്. Because you have a knowledge, you identify, then you're calling it to come out and go. You cast it. ഇത് ഒരു വർഷമെങ്കിൽ നമ്മളൊരു it's kind of little, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും this is only happening among the unbelievers, non-believers. I have seen, sorry to say this to you, I have seen with my own eyes, even among believers, വിശ്വാസികൾ വളരെ നാളുകളായി വിശ്വാസത്തിലിരിക്കുന്ന ആളുകൾ പ്രാർത്ഥനാ മധ്യത്തിൽ ഇളകി പിശാചുന്നു. I've seen. Maybe some of you have seen too. Oh man, എത്ര കാലമായിട്ട് വിശ്വാസത്തിലുള്ളത്. Oh, they've been believers for so long. I didn't know there was something hiding in them. അവരിൽ എവിടോ ഇങ്ങനെ ഒരു സാധനം പതുങ്ങിയിരിക്കണം. It's possible. It is possible. I've seen it. അപ്പൊ because they were not believers. Don't ever think that way. അങ്ങനെ എന്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനെപ്പറ്റി നമ്മൾ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും don't think of this as a possession. അവരുടെ മേൽ എന്തോ പിശാച് പൊസസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ആത്മമണ്ഡലത്തിൽ പിശാച് could be in the other areas of their life. Maybe Satan is holding an area in their lives. നമ്മൾ ഇടം കൊടുത്താൽ അവൻ കയറും. You just give a devil a foothold, he will slowly operate and establish himself there. All right? So maybe it's good to say, sometimes it's possible that it can come on them, but not in them. So those two words are important. It can come on them, but it's not in them. So അവരിൽ വരികയില്ല, പക്ഷെ അവരുടെ മേൽ വരാനും അവരെ ടോർമെന്റ് ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട്. Because you need to understand, നമ്മളൊരു Christian or believers, നമ്മൾ അവരെ മനുഷ്യരെ സംസാരിക്കുമ്പോൾ we are spirit, soul and body. നമ്മളൊരു ആത്മാവിന്റെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. We have a soul, മനസ്സെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേഹി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. Then we have ദേഹം, we have the body. So 3 components. When the Holy Spirit really comes, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. The resurrection or the quickening has happened to the spirit. നമ്മുടെ ആത്മാവിനാണ് ഒരു പുതുക്കം ഉണ്ടായത്, വീണ്ടും ജനനം ഉണ്ടായത് ആത്മാവിന്. It's a spirit that is quickened. നിങ്ങൾ ശ്രദ്ധിച്ചോ, a spirit that is really quickened. ഉയർപ്പ് സംഭവിച്ചത് അതിനാണ്. ഇങ്ങനെ കിടന്നത് ഇങ്ങനെ. Alright? പക്ഷെങ്കിൽ നമ്മുടെ മൈൻഡിലും the soul എന്ന് പറയുന്നുള്ളത്, when you speak of the soul, which is comprised of your mind, your will and your emotions. നമ്മുടെ വൈകാരിക തലത്തിലും നമ്മുടെ ഇച്ഛകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വില്ല്, പിന്നെ നമ്മുടെ മൈൻഡ്, മനസ്സ്. സോ മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ, ആ മൂന്നും കൂടെ സമ്മേളിക്കുന്നതിന്റെ പേരല്ലയോ സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫിസിക്കൽ ബോഡി. ആ 2 മേഖലകളിലും പിശാചിനെ ആക്രമിക്കാനായിട്ട് കഴിയും. ബോഡി അല്ലെങ്കിൽ നമ്മുടെ മനസ്സെടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. That may not be your spirit, that is a redeemed, the spirit part of it. But മറ്റ് 2 സ്ഥലങ്ങൾ റിഡംഷൻ സംഭവിച്ചത് നമ്മുടെ സ്പിരിറ്റിന്. Okay, we'll talk a little further about these things and you'll understand a little bit more. Mark chapter 1 verse 25 ഇങ്ങനെ വായിക്കുന്നു. Jesus reprimanded him. Be quiet, come out of the man. He ordered. യേശു അതിനെ ശാസിച്ചു,
മിണ്ടരുത്, അവനെ വിട്ടു പോ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ കം ഔട്ട്, അവനിൽ നിന്ന് പുറത്തു വാ എന്ന് പറഞ്ഞു. ഓക്കെ, മാർക്ക് 5:8, മർക്കോസ് സുവിശേഷം 5:8 for Jesus already set his spirit, come out of the man, you evil spirit. അശുദ്ധാത്മാവേ, മനുഷ്യരുടെ പുറത്തു പോ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. Alright, when Jesus saw, നമ്മൾ Mark 9 വരുമ്പോഴത്തേനും, Jesus saw that the crowd of onlookers were growing, he rebuked the evil spirit. Listen, you spirit that makes this boy unable to hear and speak. He said, I command you to come out of this child and never enter him again. Okay? പുരുഷാൽ ഓടിക്കൂടുന്ന യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ, ഇവനെ വിട്ട് പോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. Okay, this is just a boy. So അവനെ എപ്പോഴാണ് അവന് കടന്നാൽ നമുക്ക് അറിയത്തില്ല. We don't know when an enemy entered into this boy. There was some time early in life the enemy entered. Okay. In Mark 16:17, വായിക്കുന്നുണ്ട്, these miraculous signs will accompany those who believe. They will cast out demons in my name. They will speak new languages. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. So we're talking about these kinds of things that really happening. The enemy is just destroying the whole world. Do you think he is sparing the believers? നമ്മുടെ weakest moments he comes, he attacks, he torments. നമ്മൾ ഇത് വിട്ടുപോകണമെങ്കിൽ Bible says you resist the devil and he will flee from you. അവൻ തന്നെ വിട്ടുപോകും. So he would not come to your spirit part that is redeemed, but he can probably cause havoc in your body, in your soul. So മനസ്സിലത് നമ്മളെ തകർത്തു വാരി നമ്മളെ ക്ഷീണിപ്പിക്കാനൊക്കെ അവന് കഴിയും. ശരീരത്തിൽ probably ബന്ധനങ്ങളിടാൻ കഴിയും. But that needs to be resisted and rebuked in the name of Jesus. അപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മനസ്സ് തലത്തിലും അല്ലെങ്കിൽ സോൾ തലത്തിലും ബോഡി തലത്തിലും ദേഹി മേഖലയിലുള്ള ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ നെയിം പറഞ്ഞ് പേര് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് റബ്യൂക്ക് ചെയ്ത് വിടണം നമ്മുടെ പ്രാർത്ഥനകൾ. I just begin to feel that that's the dimension that we need to be moving. ഇല്ലെങ്കിൽ നമ്മൾ കയറുന്ന അവർ കയറുന്ന ആൾ വലച്ചോണ്ടിരിക്കും, നമ്മളെ വലയ്ക്കും. ചുമ്മാതെ നല്ല ആരോഗ്യത്തിൽ ഇരുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ all of a sudden നമ്മൾ ദേഹി തലത്തിൽ മനസ്സ് തലത്തിൽ കയറി പിശാച് കയറി വല്ലായ്മയാക്കി ഒതുക്കി. That needs to be rebuked. ചിലപ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പോകത്തില്ല. That needs strong prayer, strong worship. ആരാധനയ്ക്ക് മുൻപിൽ പലതും വിട്ടുപോകും. One thing that I really hope will happen in our church is that we should stop all these petty things. നമ്മുടെ സഭയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുപിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് മനസാന്തരം ഉണ്ടായി ഞാൻ പ്രാർത്ഥിക്കാം. അതെല്ലാം കളഞ്ഞേച്ച് നമ്മുടെ കൊച്ചു ഡിഫറൻസസ് ഒക്കെ ഒന്ന് മാറ്റിയേച്ച് ദൈവസന്നിധിയിൽ വന്ന് സഭ ഒരുമിച്ച് വന്നിരുന്നുകൊണ്ട് when you come together as a church and pray together, these things will go. ഇതുങ്ങൾ വിട്ടുപോകും, ഈ ശക്തികൾ വിട്ടുപോകും. നമ്മളവിടെ when you come there with a divided heart, with this thing, disunity ആയിട്ട് വന്നു പ്രാർത്ഥിച്ചു വായിക്കോട്ടെ വിട്ട് പ്രാർത്ഥിച്ചു, it's not going to work. They were in one accord. അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ച നമ്മൾ വായിക്കും. They were one accord. ഒരു മനസ്സോടുകൂടി ദൈവസഭ പ്രാർത്ഥിക്കുന്നെങ്കിൽ we will begin to see miracles taking place in our midst. See, the days of miracles are not over. These are the days of miracles. But we are missing it. We are missing the deliverance. We are missing what God is doing. മറ്റെവിടെയെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അവരുടെ തിയോളജിയും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അത് പറഞ്ഞുകൊണ്ട് അവരെപ്പറ്റി എഴുതുക, പറയുക, ഫേസ്ബുക്ക് പോസ്റ്റ്. What necessary? You seek God and see what God can do. It's not our name, it's the name of Jesus is the most powerful. All right.
സോ as I'm just going to close that, ആ ഭാഗം നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ ഈ ഡെലിവറൻസ് മിനിസ്ട്രിയെ കുറിച്ചും ഡെലിവറൻസ് മിനിസ്ട്രി നമ്മൾ വരുന്നതിനെ കുറിച്ചും അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചും നമ്മൾ റബ്യൂക്ക് ചെയ്യുന്ന കാര്യത്തിൽ കമ്മൗട്ട് പറയുന്ന കാര്യം, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു സമ്മറി പോലെ ചിന്തിച്ചാൽ, one of the ways we can get started on deliverance ministry is probably to have, say you on a mission trip, and if you're somebody that you can converse with, Malayalam or English, there's somebody who speaks English or Hindi or whatever is your language, have a small conversation about the reason the person is there for the ministry or seeking your ministry. And you go to practical but just ask them a question. Is there something in particular that I need to pray for? I try to ask that question. And you go to, I said, what should I pray for you? What is it that you are really seeking? Why are you coming? What kind of what are you looking for? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് എപ്പോഴും നെഞ്ചുവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതാണ്, I have some, they begin to tell you what exactly is tormenting them. Some of them are believers. നമ്മൾ പോകുന്ന ചർച്ചകളിൽ കാണുന്ന ആളുകളെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. Okay, so the enemy is tormenting them. So have just a conversation, the reason why you have come. പലപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടി കഴിഞ്ഞ ശേഷം, when you go into prayer, നമുക്ക് പലപ്പോഴും സമയം കിട്ടാറുള്ളതാണ് കൈവച്ച് പ്രാർത്ഥിച്ചു പോകത്തുള്ളൂ. Start with prayer, start with worship. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ആരാധിക്കാനായിട്ട് തുടങ്ങുക, and focus on God, focus on His goodness, focus on His power. So നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം നമ്മൾ ദൈവത്തിന്റെ നാമം, you are really building up that altar. You're saying, God, you are powerful, you are awesome, Lord. സകലതും അവിടുത്തെ കാലിന്റെ കീഴിലാണ് കർത്താവ്, അങ്ങേതായിട്ട് ആരുമില്ല കർത്താവ്. അവിടുത്തെ നാമത്തിന് എതിരാ ഒരു നാമം, സകല നാമങ്ങൾക്കും മേലായ നാമം കർത്താവ് തന്നല്ലോ. ഹല്ലേലൂയ. സകല നാമത്തിനും സകല കർത്തൃത്വത്തിനും ഇപ്പോഴും വരുവാനുള്ളതിനും വിളിക്കപ്പെട്ടതിനും സകല നാമത്തിനും അത്യന്തം മീതെയാണല്ലോ യേശുവേ. Your name is above every, you've been lifted high above and everything is under your feet. സകലവും അവിടുത്തെ കാലിന്റെ കീഴെ. These are the things that comes in our prayer, in our worship. Songs that really speaks about the power of God. And worship. Focus on His goodness. ദൈവത്തിന്റെ നന്മയെ കുറിച്ച്, that the God that you want us to be healed, you want us to be delivered, Lord. You want us to experience your power and the peace that passeth understanding. നമുക്കറിയാവുന്ന ദൈവത്തിന്റെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ്, that is where, so a brief conversation, you go into time of prayer and worship. Then bind the powers of darkness operating in that area. ആ ഏരിയയിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ എന്ത് ചെയ്യണം? നമുക്ക് ബന്ധിക്കണം. Just pray this thing, because these are all things all around. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റോടിലായിരിക്കും നടക്കുന്നത്. Just bind the spirit, the work of the enemy. Break the assignments from the powers in the air to the demons in the person. So അന്ധകാരത്തിൽ ഇരിക്കുന്ന ശക്തികളിൽ നിന്ന് ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ഒരു മേഖലയിൽ കുടികൊണ്ടിരിക്കുന്ന ആ സ്പിരിറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യണം. They are always receiving, because these are not omniscient. These spirits are not omniscient spirits. ഇത് സർവജ്ഞാനമുള്ളതല്ല. They don't realize it. It's only through communication channels. Rebuke that, break that. Okay, break that assignment is trying to pass. പലപ്പോഴും നമ്മൾ വായിക്കുന്നു, പലപ്പോഴും അവനെ ദണ്ഡിപ്പിക്കുന്നു, തീയിലും വെള്ളത്തിലും ചാടി. Just think about that. Just push him, cast him into water, into fire. This is what the Father said. This is what this demon is doing to my child. Our communication needs to be broken. Now in Hebrews chapter 1, നമ്മൾ വായിക്കുന്നത്, he's talking about angelic. So then ask for angelic protection as you enter into the ministry. So ദൂതന്മാര് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മെഴ്സഡീസ് ബെൻസ് കാക്കാൻ വേണ്ടിയല്ല നമ്മൾ ദൂതന്മാരെ തന്നിരിക്കുന്നത്.
That's all we always think. And we GMC GMC. I'm just saying that's just very small, silly things you're praying for. Why is the angels given? രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ? They are the ministering spirit sent to help those who will inherit eternal life, salvation. As you go into a battle, you're calling God, send dispatch angels as I go into this, because this is a battleground. You're calling the angelic host. Say, angels come and surround that area in your prayer. You cancel the assignment of the enemy trying to communicate to this demon that is inside. You understand there is a demon. You feel in your spirit there's a demon operating in this person, this area, maybe in the heart, maybe in terms of depression, maybe in terms of addiction, maybe in terms of perversion, maybe in sexual areas he's having some problem, she's having problem. This is where you are talking, you're bringing it down. And you're asking angelic help. And ask and receive by faith gifts of the Spirit needed to minister. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃപയുടെ ദാനം, കൃപാവരങ്ങൾ, ആത്മാവിന്റെ ദാനം നമുക്ക് ആവശ്യം. നമ്മൾ യാചിക്കണം. We should ask for it, Lord. Lord, I need the gift, Lord, to minister this. Just imagine if all the church people, if all the members, if all believers start exercising this power, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ, ശത്രുവിന്റെ സകല ബലത്തെ കെടുത്തുവാൻ അധികാരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, why are we not using it? Why am I not using it? I'm just saying I'm guilty as anybody else, but I'm just one of the reasons why the Lord has put these thoughts into my heart as I was reading, discussing these things with you. I'm just telling you, just pray, God, use me, Lord, use me, Lord. Just resist the devil. The greater is he that is in you than he that is in the world. നമ്മൾ അതാദ്യം ചിന്തിക്കണം. ഇത് അങ്ങോട്ട് നമ്മളെ അടിച്ചു കയറും, തകർക്കും, നമ്മളെ ശരിയാക്കും, പേടിച്ചു കഴിഞ്ഞാൽ you won't do a thing. You're just afraid of the enemy. That fear needs to go. ഭീരുത്വത്തിന്റെ ആത്മാവ് നമ്മൾ പോകണം. ആദ്യം നമുക്ക് ഡെലിവറൻസ്. നമ്മളിൽ ഈ ഭീരുത്വത്തിന്റെ ആത്മാവ് കയറിയിരിക്കണം. See, if I tell you that there's an evil spirit inside of you as a spirit of fear, would you believe it? എന്റെ അകത്തുണ്ടല്ലേ ഭാഷ? Yes, you also got one. Spirit of fear. That needs to go. പ്രാർത്ഥന, അതായത് എന്റെ അകത്തുള്ള നീ പോട്ടെ. ശരി, യുവർ സ്പിരിറ്റ് വൈസ്, നമ്മുടെ ആത്മമണ്ഡലത്തെ ആർക്കും തൊടുന്നില്ല. നമ്മുടെ ദേഹിയിൽ, നമ്മുടെ മൈൻഡിൽ, ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ യുവർ മൈൻഡ്. ഈ സോഫ്റ്റ്വെയറിനകത്ത് പഴയത് കിടപ്പുണ്ട്, അതിനെ ട്രാൻസ്ഫോം ചെയ്യണം. And that's the Bible tells us that ഈ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ദേഹിക്ക് ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. മൈൻഡ് ആൻഡ് വിൽ ആൻഡ് ഇമോഷൻസ്, ചില സന്തോഷമുണ്ട്, ചില സുഖമുണ്ട്. ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്, ശരിയല്ലയോ? I'm just telling that your mind is also a little bit peace with God. But I tell you, ആ മൈൻഡിനകത്ത് ഇപ്പോഴും അഴുക്ക് സാധനം കിടപ്പുണ്ട്, പഴയ സോഫ്റ്റ്വെയർ കിടപ്പുണ്ട്. That's not redeemed. ആ റിഡംഷൻ സംഭവിച്ചത് it is your spirit. ആ ബോഡിയുടെ റിഡംഷൻ നടക്കുന്നത് ഫൈനൽ അനാലിസിസിൽ സംഭവിക്കുന്നു. Only when Jesus returns, this body, this soul experience redemption, you will be glorified. Till then, yes, there is reformation. ഇതിന്റെ ഞാൻ അനുഭവിച്ച വീണ്ടും ജനനത്തിന്റെ ഇമ്പാക്ട് എന്റെ ചിന്തയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും it's still working. It's still working in me. അത് slowly ആ ട്രാൻസ്ഫർമേഷൻ, സാങ്ക്ടിഫിക്കേഷൻ എന്നിൽ ഉണ്ടാകുന്നത് ഇറ്റ്സ് എ സ്ലോ പ്രോസസ്, സ്റ്റഡി പ്രോസസ്. The more I yield myself, the more I study God's word, I would begin to see deliverance, transformation. അതുകൊണ്ട് I'll be transformed by renewing of your mind. ആ മേഖലയിൽ 100% ചേഞ്ച് ഉണ്ടായിട്ടില്ല. അതിൽ ട്രാൻസ്ഫർമേഷൻ has to take place in that particular area. That needs to happen. നമ്മുടെ ഫിയർ ആദ്യം തന്നെ പോകണം. We have to believe. Too many people commanding. നമ്മൾ ആർക്കെങ്കിലും you really watch these things.
ഈ ചിലപ്പോൾ ഒരു സ്പിരിറ്റ് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളാണ് മാനിഫെസ്റ്റ് ഒറ്റയ്ക്കൊരു മനുഷ്യനും പോവുകയില്ല. ഒറ്റക്ക് അന്നേരം നമ്മളെല്ലാവരും പേടിച്ചിട്ട് അന്യഭാഷ പറഞ്ഞത്. പലരും ഒരുമിച്ച് കൂടി ബിക്കോസ് ഔട്ട് ഓഫ് ഫിയർ ജസ്റ്റ് ഒരു ഭയങ്കര എക്സ്റ്റാറ്റിക് ഫീലിംഗും പവറും ഒക്കെ വന്നു വെച്ചാൽ സം പീപ്പിൾ ആർ ജസ്റ്റ് ടെലിംഗ് ഇറ്റ്സ് ഔട്ട് ഓഫ് ഫിയർ. ദേ സേ ഇങ്ങോട്ട് ചാടി വീഴരുത്, നമ്മുടെ അകത്ത് വരരുത്, യു ഷുഡ് കം ടു മീ, ഷുഡ് ജംപ് ഇൻ ടു മീ. So they just pray and ഭയങ്കര ബഹളം ഉണ്ടാക്കും. And then imagine 25 people just making that sound and 25 people പറയും I command go, മറ്റെപ്പോഴും I command go, you come, you go. I'm just telling you here, you're commanding people, too many people commanding the spirit. പേടികൊണ്ടാ, പലരുടെയും പേടിയാണ്. പേടികൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ I understand all those things, but I'm just telling you this, don't create confusion. There are so many others. Always remember, they are in groups. They could be in combination. Okay? When you go like that, it causes, same time, it causes confusion for everyone, especially the person being ministered to. So, ആരോടാണ് നമ്മൾ മിനിസ്ട്രി ചെയ്യുന്ന അവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. Very important that is. So, leadership often shift as the Holy Spirit directs. So, പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് God will use them to minister. Let's say if you are praying for a wife, I'm just giving an example. A husband is probably the most effective in commanding spirits to leave their wives with the support of others. Let's say my wife or somebody else's wife is going through you feel like there's a demonic thing going on. It's the husband is probably the most effective person commanding, I command you to leave my wife in the name of Jesus. Leave us. See, for that, he needs support. For that, he needs encouragement. He needs prayer support. That's what really, this is exactly what needs to happen. See, who is commanding? വളരെ അത്യാവശ്യം. ഒരുപക്ഷെ ഇതിനകത്ത് ഭോവിശാച എന്ന് പറയുന്ന പുള്ളി രണ്ടുപേരോട് വഴക്കുടിച്ചു വെച്ചൊന്നില്ലായിരിക്കും ഇത് പറയുന്നത്. You understand? So this person, only thing is that if the evil spirit manifests, they probably tell you. But since you may not be a qualified person to go command because you're not walking with God, you live in rebellion. It's become very important. And the last thing that I want to say, then we'll I guess it'll be a little too much if I were to start that. So we'll stop right there. People who leads this deliverance and then a general understanding about these things. Okay. So just find out why have you come seeking help? What is in particular that I could pray for you? Then our prayer should be focusing on worship, goodness of God, the power of God. Focus. You just building up that altar. God dwells on the praises of his people. The power of God will minister. Then bind the powers that is ruling in that area. Break the assignments and the communications from the air to the demons in a person. Ask for protection, angelic protection as you go into. So preparations that you have to move it. And this is really fitting. I'm just saying God's people, church, God expects the church to go offensive. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഫൻസീവായി പോകേണ്ടത് വളരെ ആവശ്യം. നമ്മൾ പുറകോട്ട് മാറി ഈ തല്ലുകൊണ്ടെടുത്താണ് പിന്നെ തല്ലരുത്. This is how we are. I think we need to go. We need to go into the enemy's camp. Just bring what he has taken from us. With the God's help, with the authority, not your own. It's not my. You are relying on the name of Jesus, the authority of Jesus, and your relationship with Jesus. You're moving into enemies. All authority in heaven and earth has been given unto me. You go therefore. See, this is where we go. You have to believe that. I can go. I can minister to.
Amen. So we will close right. I want to tell you something. Every time as I prepare this, I feel excited on the one side, I feel sad on the other side. എന്റെ ജീവിതത്തിലും ദൈവം ഒരു ട്രാൻസ്ഫർമേഷൻ അയക്കണേ ഞാൻ പ്രാർത്ഥിക്കുന്നു. I'm just praying that God would touch my life, that God would change the way I look at things. Amen. There's power. നമ്മൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഐക്യതയോടെ ദൈവസഭ നിന്നിരുന്നെങ്കിൽ so many things, so many prayer requests would answer. Enemy will take his hand and flee. Enemy പറയും ആ സഭയിലോട്ടേക്ക് പോകാനൊക്കത്തില്ല. Man, people there on fire. അവിടെ കയറിയ എന്നെ പൊള്ളിയെ കൊടുത്തു. I will burn myself and I go to that church. I cannot go to that church. And that be our prayer. നമ്മുടെ ആഗ്രഹം. നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളി, കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. Use our church. Use me for the furtherance of your kingdom. നമുക്ക് പ്രാർത്ഥിക്കാം.